നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കണ്ട് ഒരിക്കൽ കൂടി വീഡിയോയിലൂടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നാമം ജപിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. മണ്ഡലകാലത്തെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. മണ്ഡലം തുടങ്ങുന്ന ദിവസം തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹം, നമുക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹം കിട്ടി. മാളികപ്പുറം മേൽശാന്തി നേരെ ഇല്ലത്തേക്ക് വരാൻ സാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പോലെ കുറച്ചു നേരം അദ്ദേഹത്തിനോട് സംസാരിക്കാനും പറ്റി. ഗുരുവായൂരപ്പന്റെ വലിയ അനുഗ്രഹമാണ്. കാരണം പറഞ്ഞ സമയത്തിനൊന്നും അദ്ദേഹത്തിന് ഫ്രീ ആവാനോ ഇറങ്ങാനോ മലയിറങ്ങാനോ ഇവിടെ എത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവസാന നിമിഷമെങ്കിലും അദ്ദേഹത്തെ ക്യാൻസൽ ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ തോന്നി, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അതിനനുഗ്രഹിച്ചു. അയ്യപ്പസ്വാമിയുടെയും ഭഗവതിയമ്മയുടെയും അനുഗ്രഹം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ഒരു മാളികപ്പുറത്തെ അമ്മ ഒരിക്കലും അയ്യപ്പസ്വാമിയുടെ കാമുകി പരിവേഷത്തിലുള്ള അമ്മയല്ല എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാൻ മുൻപ് ഒരിക്കൽ കേൾക്കുണ്ടായി. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട് ഒരുപാട് വിഷമിച്ചൊരു കഥയായിരുന്നു ഇത്. പുതിയതായിട്ട് പോകുന്ന കന്നി അയ്യപ്പന്മാരില്ലാത്ത കാലം വരുന്ന സമയത്ത് അത് പറഞ്ഞ ആൾക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ. കന്നി അയ്യപ്പന്മാരില്ലാത്തൊരു കാലം അയ്യപ്പസ്വാമിക്ക് ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാനും ഒരു കന്നി മാളികപ്പുറമായി പോയ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ പോവാതിരിക്കാൻ സാധിച്ചെങ്കിൽ ആ അമ്മയ്ക്ക് സന്തോഷമായേനെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കുഞ്ഞു പ്രായമായിരുന്നു എൻ്റെ. അപ്പോൾ അതങ്ങനെയൊന്നും അല്ലാന്ന് കുറച്ചും കൂടെ വലുതായപ്പോൾ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ഇതെല്ലാവരും മനസ്സിലാക്കണം എന്ന് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് തന്നെ ഇന്നലെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയതായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കണേ. അപ്പൊ ആ വീഡിയോയും എല്ലാവരും സ്വീകരിച്ചു, അതിലും വലിയ സന്തോഷമുണ്ട്. ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ, ഞാൻ കുറേ ദിവസമായി ചോദ്യങ്ങളൊക്കെ എടുത്തിട്ട്, കാരണം പ്രീ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ യാത്രകളൊക്കെ വന്ന കാരണം അപ്പൊ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ ഒരാഴ്ചക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഇനി ഇൻ ബിറ്റ്വീൻ ആരുടെയെങ്കിലും ചോദ്യം വിട്ടുപോവുകയാണെങ്കിൽ ഈ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ആദ്യത്തെ ചോദ്യം മഹിത മാധവൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഒരാഴ്ച മുമ്പാണ് ഞാൻ ലാസ്റ്റ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ലാസ്റ്റ് ഷൂട്ട് ചെയ്ത് വലിയ താമസമില്ലാതെ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി, പരിചയമുള്ള കുട്ടി എന്നല്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി പറയുമ്പോൾ ഭക്ത എന്ന് പറയാതിരുന്നൂടെ, ഒരുപാട് പേര് കളിയാക്കി പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ഭക്ത എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും ഭക്തനും ഭക്തയും ആണോ, എന്താ അങ്ങനെ ഒരു അഭിസംബോധന കൊടുക്കണത്, അതൊന്ന് ചേഞ്ച് ചെയ്തൂടെ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ ചെയ്ത് തുടക്കക്കാലം മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാ പറയാറ്, ഇന്ന ഭക്ത ഇന്ന, അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് ചോദിച്ചാൽ എനിക്കറിയില്ല. ആദ്യം എനിക്കതിനുള്ള എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പനോട് ഇഷ്ടമുള്ളവർ മാത്രമാണ് എൻ്റെ വീഡിയോ കാണാൻ സാധ്യതയുള്ളൂ. ഇഷ്ടമുള്ള എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നല്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പനോടൊരു ഇഷ്ടം ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഭക്തി ഉള്ളതുകൊണ്ടായിരിക്കില്ലേ അവർ ഈ ഒരു പ്രോഗ്രാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ മറ്റൊരാളുടെ ഭക്തി അളക്കാനോ അവരെ ഭക്തനാണെന്ന് മുദ്ര കുത്താനോ ഒന്നും എനിക്ക് സാധിക്കില്ല എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ എന്നെയും നിങ്ങളെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് ഗുരുവായൂരപ്പനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗുരുവായൂരപ്പനെ ഇഷ്ടമുള്ള കുറച്ച് പേരാണ് ഈ ഒരു വീഡിയോയിലൂടെ ഒരുമിക്കുന്നത്. അപ്പൊ എന്നെ ഒരാള് കൃഷ്ണഭക്തയല്ലേ, ഗുരുവായൂരപ്പന്റെ ഭക്തയല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ സന്തോഷപൂർവ്വം തലകാട്ടിച്ചിരിക്കും. ഭക്തയാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഗുരുവായൂരപ്പനെ, അതുകൊണ്ട് ഭക്തയല്ലേ ചോദിച്ചാൽ ഞാൻ അതേല്ലോ എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങൾക്കും അത് സന്തോഷമാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഭക്ത എന്ന ഒരു അഭിസംബോധന കൊടുത്തത് കേട്ടോ. ഈ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ആ കുട്ടികളോട് പറയാൻ പറ്റിയില്ല. രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു ദമ്പതിമാരാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അവരുടെ അടുത്ത് ഇത് പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്താണ് അവർ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്. മടിച്ചിട്ട് അവർ പറഞ്ഞു, ചേച്ചിക്ക് വിഷമാവോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ, എല്ലാവരും അങ്ങനെ ഒരു ആക്ഷേപം പറയണ്ട ചേച്ചി, എന്തിനാ അങ്ങനെ പറയണേന്ന് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം രാധാകൃഷ്ണന്മാരായിട്ട് ചന്ദനം ചാർത്തിയ ഒരു ദിവസം ഉണ്ടായിരുന്നില്ലേ ഗുരുവായൂരപ്പന്, അന്ന് ഞാൻ തൊഴുതുണ്ടായിരുന്നില്ല. അപ്പൊ അത്താഴപൂജ
പൂജയ്ക്ക് ഞാൻ തൊഴാൻ പോവായിരുന്നു. ആ സമയത്താണ് ഞാൻ അവരെ കണ്ടതേ. അപ്പൊ ഞാൻ രാധാകൃഷ്ണനെ കാണണല്ലോ എന്നുള്ള ധൃതിയിൽ ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞ് ഓടുക ചെയ്തേ. അപ്പൊ എനിക്ക് തോന്നി ഇത് അവർക്ക് മാത്രം നൽകേണ്ട ഒരു എക്സ്പ്ലനേഷൻ അല്ല. നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നിരിക്കാം. ഭക്ത എന്ന അഭിസംബോധന ചെയ്യണം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇത് മഹിത മാധവൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മഹിത മാധവൻ എന്നോട് ചോദിക്കാൻ ഞാൻ ആരാ? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഇല്ലേ? ഇപ്പൊ മഹിത മാധവൻ എന്ന ഭക്തയാണ് ചോദിക്കുന്നത്. ഗുരുവായൂരപ്പൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത് ചോദിച്ചാൽ ഞാനൊരു ഗുരുവായൂർ നിവാസി ആയതുകൊണ്ട് ചോദിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ഒരു പേര് എൻ്റെ വായിൽ ഇപ്പം അങ്ങനെ തന്നെ വരുന്നുള്ളൂ. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ വാക്കും ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതാണ് എന്നാണ് അന്നും ഇന്നും എന്നും ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എനിക്കൊരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ പലരും പ്രായത്തിൽ താഴെയുള്ളവരെ വരെ ചേച്ചി 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 എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വിളിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമം ഇന്ന ഭക്ത പറഞ്ഞു എന്ന് പറയണതാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ളവരെ ആണെങ്കിൽ ഞാൻ സാറിനാണ് അഭിസംബോധന ചെയ്യാറ്. പല ആൾക്കാരും പറയാറുണ്ട് സാറിനൊന്നും പറയണ്ടാന്ന്. പക്ഷെ അവരെ ഞാൻ വേറെന്താ പറയാ, സാർ എന്ന് പറയണതാണ് അതിൻ്റെ ഉത്തമമായ മാർഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ വേറൊരാളെ കുറിച്ചാണ് പറയണത് വെച്ചാൽ അദ്ദേഹം എന്ന് പറയാം. പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ അങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എളുപ്പത്തിൽ പറയുമ്പോൾ സാർ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എൻ്റെ അഭിസംബോധനകളിലെല്ലാം എന്തെങ്കിലും അപാകതകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ, ഞാൻ ഇതാണ് ശീലിച്ചത്. ഇതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായാലും ആ കുട്ടികളോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം അവർ വളരെ സത്യസന്ധമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അന്നും എന്നോട് വളരെ സത്യസന്ധമായിട്ടാണ് അവർ സംസാരിക്കാറുള്ളത്. ഇപ്പോഴും കണ്ടാൽ അങ്ങനെ തന്നെയാണ്. തുടർന്നും ഞാനത് പ്രതീക്ഷിക്കുന്നു. പേര് ഞാൻ പറയുന്നില്ല. ആദ്യത്തെ ചോദ്യം, മഹിത മാധവൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്. സവിതയുടെ മാമൻ എൻ്റെ വീടിൻ്റെ അടുത്ത ക്ഷേത്രത്തിലുള്ളതായിരുന്നു, മാങ്കാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട് ഉണ്ടാവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? 15 കൊല്ലമായ വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട് ഉണ്ടാവാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് വീടെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നല്ലോണം വീടെടുത്ത് പ്രാർത്ഥിച്ച് വെച്ചോളൂ. അതുപോലെ തന്നെ ഗോവർദ്ധനഗിരി ഉയർത്തുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഗോവിന്ദവട്ടാഭിഷേകം, ആ ഭാഗം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. പെട്ടെന്ന് തോന്നണതാട്ടോ, എനിക്ക് ഇതുവരെ ഞാനത് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു കഥ പറയുമ്പോൾ ഗോവിന്ദനായ ഭഗവാൻ എല്ലാ വൃന്ദാവനവാസികളെയും വ്രജവാസികളെയും എല്ലാം ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്. ആ 7 ദിവസത്തെ മഴയ്ക്ക് ശേഷം അവർ ഓരോരുത്തരും ചെന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളം പൊങ്ങിയതല്ലേ, അപ്പോൾ വീടും എല്ലാം നാശമായി എല്ലാം പോയിട്ടുണ്ടാവുമല്ലോ. നമുക്കറിയാം, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാമോ അല്ലെ ഒരു ഫ്ലഡ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പക്ഷെ അവിടെ എടുത്തു പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ ഓരോരുത്തർക്കും പുതിയ ഗൃഹനിർമ്മാണം, പുതിയ പാത്രങ്ങൾ, പുതിയ എല്ലാം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ഓരോ പശുത്തൊഴുത്ത് പോലും പുതിയതായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിക്കൂ. പ്രജവാസികളെ സംരക്ഷിച്ച മാതിരി നമ്മളെയും സംരക്ഷിക്കട്ടെ ഗുരുവായൂരപ്പൻ. നോക്കൂ, ഒരു പുതിയ വീടുണ്ടാവുക എന്നുള്ളതല്ല പ്രധാനം. ആ പുതിയ വീട്ടിൽ ഏറ്റവും കൂടുതൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരുമ്പോൾ മാത്രമാണ് സാധിക്കുക എന്നാണ് എൻ്റെ അനുഭവം. 12 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്കൊരു വീട് കിട്ടിയെന്ന് ഞാൻ പറയാറില്ല എല്ലാവരുടെ അടുത്തും. ഈ 12 വർഷം കാത്തിരുന്നാലും കിട്ടിയപ്പോൾ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിരന്തരം പ്രാർത്ഥിച്ചോളൂ. ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ഗോവർദ്ധനം കഥ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും ഗുരുവായൂർ വരുന്ന സമയത്ത് വീടെടുത്ത് വെക്കുകയും ചെയ്തോളൂ. അടുത്തതായിട്ട്, ശനിയാഴ്ച ഒരിക്കൽ ഊണ് തുടങ്ങിയിട്ട് കുറേ വർഷമായി. ഇത് നിർത്താതെ വ്രതം എടുത്താൽ ദോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിൽ ദോഷം വരും എന്ന് പറയുന്നവരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. വിജയൻ എന്ന ഭക്തനാണ് അത് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വർഷമായിട്ട് ശനിയാഴ്ച ഒരിക്കൽ ഊണ് തുടങ്ങിയിട്ട്, എന്നാൽ കുറേ വർഷമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ ദോഷം വരും, ഒന്ന് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുതരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ മാസം തൊഴിൽ തുടങ്ങിയിട്ട്
ഒരു വർഷം മുഴുവനാക്കിയതിന് ശേഷം പിന്നെ ഒരു മാസം ബ്രേക്ക് എടുക്കണം അത്രേ. അത് കഴിഞ്ഞിട്ടാണ് അത്രേ പിന്നത്തെ നമ്മൾ ഒരു വർഷം സംവത്സര ഭജനം തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറയണതാണ്. ആ ഒരു മാസവും കൂടി നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമുള്ള കാര്യമല്ലേ അത്. അപ്പോൾ അത് അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ ഒരു വർഷത്തെ ഭജന അല്ല ഉദ്ദേശിക്കണേ, ഞാൻ 3 വർഷത്തെ ഭജന എന്ന് പറഞ്ഞോളൂ. ഇനി 3 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയുന്നു ബ്രേക്ക് എടുക്കാൻ പറഞ്ഞ, ഏയ് ഞാൻ 3 വർഷത്തെ അല്ല ഉദ്ദേശിക്കണേ, ഞാൻ 12 വർഷത്തെയാന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെ പറയുന്ന ആളുകളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഉത്തമമായ കാര്യം. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ തടസ്സം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടി ഇഗ്നോർ ചെയ്യുക കേട്ടോ. കാരണം അവർക്കും വിഷമാവരുതല്ലോ നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് സജീന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, 1000 രൂപയുടെ നെയ്വിളക്ക് നടത്തിയാൽ എല്ലാ പൂജയും നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കാണാൻ പറ്റുമോ? ഇതൊക്കെ 1000 രൂപയുടെ നെയ്വിളക്ക് 4500 രൂപയ്ക്ക് 5 പേർക്ക്, 1000 രൂപയ്ക്ക് ഒരാൾക്ക് എന്നുള്ളത് നമ്മുടെ ക്യൂ സംവിധാനത്തിന്റെ ദൈർഘ്യം കുറയ്ക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ക്യൂ സംവിധാനത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്യൂ നിൽക്കണ്ടെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല. ഒറ്റ തവണയെ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ. അതും പുറത്ത് ക്യൂ സംവിധാനത്തിൽ നമ്മൾ 4-5 മണിക്കൂർ നിൽക്കുന്നതിന് പകരം ഇതൊരു അരമണിക്കൂർ നിന്നാൽ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നിന്നാൽ നമുക്ക് തൊഴാൻ പറ്റും. അത്രയും ഉറപ്പ് മാത്രമേ എനിക്കൊരു കാര്യത്തിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നെയ്വിളക്ക് ഷീട്ടാക്കുന്നതിൽ എല്ലാ പൂജയൊന്നും തൊഴാൻ പറ്റില്ല. ഒറ്റ പൂജ എന്നല്ല, ഒരു തവണ മാത്രമാണ് നമുക്ക് അകത്ത് കയറി തൊഴാൻ സാധിക്കുക. എന്നാലൊരു പ്രസാദ കിറ്റ് കിട്ടും കേട്ടോ. ഈ ഒരു സംവിധാനത്തിനെ എതിർക്കുന്ന അനേകം ഭക്തരെ എനിക്കറിയാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ മോഹിച്ച് നമ്മൾ തൊഴാൻ വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിൽ തിരിച്ചു പോയേ പറ്റൂ എന്നുള്ള സാഹചര്യം, എന്നാൽ തൊഴുകയും വേണം. ആ വ്യക്തി വന്ന സമയം 11:30 11:30 വന്ന് തൊഴാൻ പറ്റില്ല. കാരണം ഇവിടെ ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്ന സമയമാണ്. 12:15 നട തുറക്കാൻ. പിന്നെ ക്യൂല് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ക്യൂല് നിൽക്കാനുള്ള സമയം അനുവദനീയമല്ല. എന്തെങ്കിലും തിരക്കിൽ വരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് 1000 രൂപ അവരുടെ കയ്യിലുണ്ട്. മറ്റനേകം കാര്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കുന്നില്ലേ? അപ്പൊ ആ 1000 രൂപ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്ത് നെയ്വിളക്ക് ഷീട്ടാക്കി ഇങ്ങനെ തൊഴുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഇതിന് എൻ്റെ അമ്മ പറയുന്ന ഒരു എക്സ്പ്ലനേഷനും കൂടി പറയാം. എന്താ പറയുക, ക്ഷേത്രത്തിൽ പൈസ ഇടാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ? ക്ഷേത്രത്തിൽ പൈസ ഇടാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ ശരിയായിരിക്കാം. ഞാൻ അവരെ പൂർണ്ണമായിട്ടും തെറ്റാണ് അവർ പറയണത് അങ്ങനെയൊന്നും പറയണില്ല കേട്ടോ. പക്ഷേ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനേകം നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാ ദിവസവും അനേകം പൂജകൾ നടക്കുന്നുണ്ട്. അതിന് പൂവും മറ്റ് ദ്രവ്യങ്ങളും ആവശ്യമാണ്. എല്ലാ ദിവസവും സഹസ്രനാമം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വേദപാരായണം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വാദ്യഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ശിവേലി നടക്കുന്നുണ്ട്. ആനകളുണ്ട്. അനേകം ദീപങ്ങൾ തെളിയിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണനാട്ടം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ചെലവുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിൽ ഏത് ചെലവിലേക്ക് 1 രൂപ നമ്മുടെ വകയാണെങ്കിലും നമുക്കും ഉണ്ട് അതിൻ്റെ ഒരു പുണ്യം ഇല്ലേ? അങ്ങനെയാണ് എൻ്റെ അമ്മ ഒരു എക്സ്പ്ലനേഷൻ തന്നത്. അത് ശരിയാണ്. നമ്മുടെ വീട്ടിൽ ഒരിക്കലും എല്ലാ ദിവസവും സഹസ്രനാമം കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് സഹസ്രനാമം ചൊല്ലിപ്പിക്കുകയോ അവർക്ക് വേണ്ട ദക്ഷിണ നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിക്കുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും വേദപാരായണം നടത്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ വകയായിട്ട് ഒരു തുക എന്ന രീതിയിൽ കൊടുക്കുകയാണ് എന്ന് സങ്കല്പിച്ച് നോക്കൂ. അല്ലെങ്കിൽ അങ്ങനെ ഗുരുവായൂരപ്പനോട് പറഞ്ഞേൽപ്പിച്ചു കൊടുത്തു നോക്കൂ. അത് നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. ഇത് ചിലപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. എന്തായാലും എൻ്റെ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ഇതേ ചോദ്യം തന്നെ സിനി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വീടിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ സിനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് പേരറിയാത്ത ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉണ്ടമാല എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോൾ റെസിപ്റ്റ് എടുക്കണം എന്ന്. ഗുരുവായൂരപ്പനെ ഇരുവശങ്ങളിലുമായിട്ട്
ആ ഒരു അലങ്കാരമാലകൾ ചാർത്തുന്നതിനെയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് കേട്ടോ. വനമാല എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. കാവ്യാത്മകമായി നമ്മൾ വനമാല എന്ന് പറയുന്നു, ഇത് തന്നെ ഉണ്ടമാല എന്ന് അറിയപ്പെടുന്നു. ഭഗവാന് ചാർത്തുന്ന മാലയാണ് ഉണ്ടമാല. ഇതിന് റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പ്രസാദം കിട്ടും. അപ്പം എങ്ങനെയാണ് ചാർത്താതെ പ്രസാദം കിട്ടണമെന്ന് വെച്ചാൽ, ഓൾറെഡി ചാർത്തിയ മാലയിൽ നിന്ന് നമുക്ക് പ്രസാദമായിട്ട് തരുന്നതാണ്. 110 രൂപയാണ് ഉണ്ടമാല ഷീട്ടാക്കാൻ. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ, ദോഷപരിഹാരാർത്ഥം പല ജ്യോതിഷന്മാരും പറയാറുണ്ട് കേട്ടോ, ഗുരുവായൂരപ്പന് ഉണ്ടമാല ഷീട്ടാക്കിക്കോളൂന്ന്. അലങ്കാരം ആണ് ഭഗവാനെ, അലങ്കാരപ്രിയനായ ഗുരുവായൂരപ്പനെ അലങ്കാരമാല ചാർത്തുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഭക്തരുടെ ഇഷ്ടമാണ് എന്തിനു വേണ്ടിയാണ് ചാർത്തണത് എന്നുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നാലമ്പലത്തിനുള്ളിലെ നരസിംഹമൂർത്തി എവിടെയാണ് എന്നാണ് അമൃത എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് ശ്രീലകത്തിന്റെ ചുമരില് നേരെ പുറകുവശത്തായിട്ടാണ്. നേരെ പുറകുവശത്ത് കുറേ ആളുകൾ നമസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ലേ. നമസ്കാരം പുറകിലേക്ക് പോട്ടെ എന്ന് ഇപ്പൊ അവര് തന്നെ പറയാറുണ്ട്. ഈ പുറകുവശത്തായിട്ട് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഒരു ബിംബം കാണാൻ സാധിക്കും നമുക്ക് കുറച്ച് മുകളിലായിട്ട്. അപ്പോൾ ഇനി പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നാലമ്പലത്തിലെ നരസിംഹമൂർത്തിയെ നേരെ പുറകുവശത്ത് കുറച്ച് ഉയരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശില്പരൂപേണ ഉഗ്ര നരസിംഹമൂർത്തിയെ കാണാൻ സാധിക്കും കേട്ടോ. അവിടെ നമസ്കരിക്കുന്നത് വളരെ പ്രധാനമാണ് എന്നാണ് ഭക്തരൊക്കെ പറയാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നീതു AM എന്ന ഭക്തയാണ്. ചേച്ചി, ഞാൻ അഹസ് വഴിപാട് നേർന്നിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ആ ശമ്പളം കൊണ്ട് ചെയ്താൽ പറ്റുമോ? ഞാൻ കുറേ ശ്രമിച്ചു, അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്, ഇതുവരെ ഒന്നും ശരിയായില്ല ചേച്ചി. ചേച്ചി പറഞ്ഞു തരുന്നത് കണ്ണൻ പറയുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ചെയ്താൽ മതി കേട്ടോ. കാരണം അഹസ് ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അങ്ങനെ ഒരു വഴിപാടാണ് നേർന്നതെങ്കിൽ, ഞാൻ നേർന്നിട്ടുണ്ട് വേണ്ട, എനിക്ക് ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം കൊണ്ട് ഗുരുവായൂരപ്പന് അഹസ് ഷീട്ടാക്കാം എന്ന് നേരുന്ന ആളുകളുണ്ട്. അങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നല്ല, ഞാൻ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അഹസ് ഷീട്ടാക്കിയാൽ മതി. കിട്ടിയതിന് ശേഷം പോരെ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, ആ ശമ്പളത്തിൽ നിന്ന് തന്നെ ഗുരുവായൂരപ്പന് അഹസ് ഷീട്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അല്ലാതെ ഫലത്തിനായിട്ട് കാത്തിരുന്ന് കിട്ടിയാൽ തരാം എന്ന് പറഞ്ഞതല്ല നീതു എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്തതായിട്ട് ഓമന എന്ന ഭക്തയാണ്. എനിക്ക് പറയാനുള്ളത്, വാട്സപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിക്കാൻ ശ്രമിക്കൂ. വാട്സപ്പ് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നോക്കിയെത്തുന്നില്ല. ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ആണ്. അപ്പോൾ ഏതെങ്കിലും അർജന്റ് ആയിട്ടുള്ള മെസ്സേജാണ്, ഇപ്പം നാളെ വരുന്നുണ്ട്, നാളെ അമ്പലത്തിൽ ശുദ്ധിയുണ്ടോ, അല്ലെങ്കിൽ നാളെ അമ്പലത്തിൽ ഉദയാസ്തമന പൂജയുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ വിളിച്ചോളൂ. അല്ലാതെ മെസ്സേജിനായിട്ട് കാത്തിരുന്നാൽ ചിലപ്പോൾ ഞാൻ അടുത്ത മാസം ആ ദിവസമായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. വേണമെന്ന് കരുതിയിട്ട് ചെയ്യണതല്ല കേട്ടോ. കുറേ തിരക്കുകൾ ഉള്ളപ്പോൾ മെസ്സേജ് കാണാതെ പോകുന്നതാണ്, ക്ഷമിക്കും. അപ്പോൾ ഇനിയുള്ള ചോദ്യം എനിക്ക് ഷിബി KP എന്ന ഭക്തയാണ് കേട്ടോ. ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭഗവാന്റെ നാമം ചൊല്ലുന്നുണ്ട്, പക്ഷെ ഭഗവാൻ എന്നെ പരീക്ഷിക്കുന്നു. താമസിക്കുന്ന വീട് പോലും സ്വന്തമല്ലാതാകുന്ന അവസ്ഥ. വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇനി ഈ പ്രതിസന്ധികൾ എന്താണ് എന്നുള്ളത് ഷിബി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിരുന്നാലും അത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ തീർച്ചയായിട്ടും സമർപ്പിക്കൂ. ഇതിന് ഞാനൊരു കഥയും കൂടി പറഞ്ഞ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. പണ്ട് ജരാസന്ധന് എന്താ പറയാ, ഭൈരവ സേവ നടത്തലുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം നരബലി നൽകാനായിട്ട് തീരുമാനിച്ചു. നരബലി നൽകുമ്പോൾ സാധാരണക്കാരനെ നരബലി നൽകിയാൽ പോരാ, ദേശരാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയി തടങ്കിൽ പാർപ്പിച്ച് അദ്ദേഹം നരബലി നൽകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കേട്ടോ. അതായത് പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം, പിന്നെ അദ്ദേഹം ഒരു സ്ഥാനം അലങ്കരിക്കണം. അങ്ങനെയുള്ള ഓരോ വ്യക്തികളെ ആയിരുന്നു ജരാസന്ധൻ യുദ്ധത്തിലൂടെ തോൽപ്പിച്ച് തടങ്കലിൽ പാർപ്പിച്ച് നരബലിക്കായിട്ട് തയ്യാറാക്കി നിർത്തിയിരുന്നത് കേട്ടോ.
അപ്പം ഈ ഒരു തടങ്കിൽ കിടക്കുന്ന രാജാക്കന്മാരെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഭക്തരായിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ വിവരം ധരിപ്പിക്കണം. അങ്ങനെ അവിടെ കാവൽ നിന്നിരുന്ന ഭടന്മാരിൽ ആരെയൊക്കെയോ സ്വാധീനിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് ഒരു സന്ദേശം അയക്കുകയായിരുന്നു ഭഗവാനോട്. ഞങ്ങളെ രക്ഷിക്കണം, ഇതുപോലെ ജരാസന്ധൻ ഞങ്ങളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്, അദ്ദേഹം വരുന്ന പൗർണമി ദിവസം ഞങ്ങളെ നരബലി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങല്ലാതെ മറ്റൊരാശ്രയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൂത് പറഞ്ഞേക്കായിരുന്നു. അതേസമയം തന്നെയായിരുന്നു ദ്വാരകയിലെ രാജസൂയത്തിനുള്ള ക്ഷണം കിട്ടിയതും. അപ്പോൾ ഉദ്ധവരുടെ അഭിപ്രായം ചോദിച്ചു ഭഗവാൻ. ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്? നരബലിക്കായിട്ട് നിർത്തിയിരിക്കുന്ന രാജാക്കന്മാരെ രക്ഷിക്കാനാണോ അതോ രാജസൂയത്തിൽ പങ്കെടുക്കാനാണോ എന്ന്. ഉദ്ധവര് പറഞ്ഞു, രാജസൂയത്തിന് അങ്ങ് പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദിഗ്വിജയം എന്ന ഒരു ഘട്ടം വരും. എല്ലാവരും രാജസൂയത്തില് വിജയം എന്ന എല്ലാ രാജാക്കന്മാരെയും വിജയിക്കുക എന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ സഹകരിക്കുന്ന രാജാക്കന്മാരാണെങ്കിൽ കരം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫണ്ട് അനുവദിച്ചു കൊടുക്കുക രാജസൂയത്തിലേക്ക്. അതിനുശേഷം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് രാജസൂയത്തിൽ പങ്കെടുക്കുക. ഇനി ഇത് അനുവദിക്കാത്ത ആൾക്കാരാണ്, രാജാക്കന്മാരാണെങ്കിൽ അവരെ തോൽപ്പിക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. അതിൽ ജരാസന്ധനെയും ഉൾപ്പെടുത്തിയാൽ അദ്ദേഹം തീർച്ചയായിട്ടും എതിർക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹത്തിനെ വധിക്കാലോ. അതായിരുന്നു ഉദ്ധവന്റെ ആ ഒരു നിർദ്ദേശം. ഇത് കേട്ട സമയത്ത് അത് ശരിയാണ് എന്ന് മാനിച്ചുകൊണ്ട് ഭഗവാൻ രാജസൂയത്തിന് എഴുന്നള്ളി എന്നും, പിന്നെ രാജസൂയം കഥയും അതിനിടയിലായിട്ട് ജരാസന്ധന്റെ അടുത്തേക്ക് ഭീമസേനനും അതുപോലെ അർജുനനെയും കൂട്ടി ഭഗവാൻ ബ്രാഹ്മണ കുമാരന്മാരുടെ വേഷത്തിൽ പോയി. എന്നാൽ ജരാസന്ധന് മനസ്സിലായി ബ്രാഹ്മണകുമാരനെ അല്ല എന്ന്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നറിയിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ജരാസന്ധനോട് പറഞ്ഞു, ഞങ്ങളിൽ ഒരാളെ യുദ്ധത്തിന് തിരഞ്ഞെടുക്കണം, യുദ്ധം ചെയ്യുക, ദ്വന്ദ്വ യുദ്ധമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന്. കൃഷ്ണനെയും അർജുനനെയും ഒന്നും അദ്ദേഹത്തിന് കണ്ണിൽ പിടിച്ചില്ല. അദ്ദേഹത്തിന് ഭീമസേനൻ മതിയായിരുന്നു. ഭീമസേനനുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി ജരാസന്ധൻ. അങ്ങനെ ജരാസന്ധനും ഭീമസേനനും തമ്മിൽ ഉഗ്ര യുദ്ധം നടന്നതിന് ശേഷം എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ജരാസന്ധൻ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഇല കീറി ഭഗവാൻ ഒരു സിഗ്നൽ കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഭീമസേനന് കാണിച്ചു കൊടുത്തു. രണ്ടായി പിളർന്ന് രണ്ട് എതിർദിശയിലേക്ക് ഇടുകയാണെങ്കിൽ ജരാസന്ധൻ വധിക്കപ്പെടും എന്ന ഒരു സിഗ്നല്. അതിൽ നിന്ന് മനസ്സിലായി ഭീമസേനന് ജരാസന്ധനെ എങ്ങനെയാണ് വധിക്കേണ്ടതെന്ന്. അങ്ങനെ അദ്ദേഹം ജരാസന്ധനെ രണ്ടായി പിളർന്ന് എതിർദിശയിലേക്കാക്കി എറിഞ്ഞതിന് ശേഷമാണ് ജരാസന്ധന്റെ കഥ അവസാനിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ ഒരു രാജാക്കന്മാരെ എല്ലാവരെയും ഭഗവാൻ മോചിപ്പിച്ചത്. ആ സമയത്ത് ഭഗവാനെ കണ്ടപ്പോൾ അവര് ചൊല്ലിയ മന്ത്രമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നവനായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് അവര് ഈ ഒരു ശ്ലോകം ചൊല്ലിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വരുന്നത്, പരമാത്മാവായ ഭഗവാനെ, സകല ക്ലേശങ്ങളും ഇല്ലാതാക്കുന്നവനെ, ഭക്തന്മാരുടെ പാപത്തെ ഹനിക്കുന്നവനെ ഭഗവാനെ, അങ്ങല്ലാതെ മറ്റാരും ആശ്രയമായിട്ടില്ല വസുദേവ പുത്ര എന്നാണ് ഈ ഒരു സ്തുതിയുടെ അർത്ഥം വരുന്നത് കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാവർക്കും ചൊല്ലി നമസ്കരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും ഗുരുവായൂരപ്പന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കോളൂ. ഉറപ്പായിട്ടും സകല ക്ലേശങ്ങളും ഗുരുവായൂരപ്പൻ നീക്കിത്തരും എന്നുള്ളതിന് ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ ഉറപ്പ് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കോളൂ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ.
അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. മണ്ഡലം 2ാമത്തെ ദിവസമാണ്. മണ്ഡലകാലത്ത് എല്ലാവരും നാമം ജപിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നാമം ജപിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നാമം ജപിച്ചതെല്ലാം നോട്ട് ചെയ്തോളൂ. 41ാമത്തെ ദിവസം എത്ര നാമമായി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്തോളൂ. 41ാമത്തെ ദിവസം കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എത്രയായി എന്ന് ഒരുമിച്ച് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം കേട്ടോ. സർവരോഗ വിനാശന, സർവഭാവ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.